ഗ്ലോബ് സോക്കർ അവാർഡ് ലഭിച്ചതിന് ശേഷം റൊണാൾഡോ പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഫിഫ ദി ബെസ്റ്റ്, ബാലൻ ഡ്യോർ എന്നീ അവാർഡുകളുടെയെല്ലാം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നും എനിക്കിനി അവാർഡുകളിൽ ഒരിക്കലും വിശ്വാസമില്ലെന്നുമായിരുന്നു റൊണാൾഡോയുടെ വാക്കുകൾ. നമുക്കറിയാം, ലിയണൽ മെസ്സി ആയിരുന്നു ഇത്തവണ ബാലൻ ഡ്യോർ പുരസ്കാരവും ഫിഫ ദി ബെസ്റ്റും സ്വന്തമാക്കിയത്. ഇതിൻ്റെ കാരണത്താലാണ് റൊണാൾഡോ ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഫുട്ബോളിൽ പലരും വിശ്വസിക്കുന്നത്. ഫിഫ ദി ബെസ്റ്റ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഹാലൻഡിനെ പിന്തള്ളി മെസ്സിക്കായിരുന്നു ലഭിച്ചത്. ഇത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതൊന്നുകൂടിയായിരുന്നു. ഇതിൻ്റെ എല്ലാം ബലത്തിലാകണം റൊണാൾഡോ ഇങ്ങനെ പറഞ്ഞതെന്നാണ് കണക്കുകൂട്ടൽ. ഏതായാലും റൊണാൾഡോ പറഞ്ഞതിനോട് എതിർത്തും അനുകൂലിച്ചും ഒരുപാട് പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ എതിർത്ത് രസകരമായി റൊണാൾഡോക്ക് മറുപടി നൽകിയിരിക്കുകയാണ് അർജന്റീനയുടെ സൂപ്പർ താരമായ ലിയാൻഡ്രോ പെരഡസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്രയും അവാർഡുകൾ കാലഹരണപ്പെട്ടു എന്ന് റൊണാൾഡോ പറയുന്നത് ബാർബറുകൾ കാലഹരണപ്പെട്ടു എന്ന് പെപ്പെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാലമായി മെസ്സിക്കൊപ്പം എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് നിലവിൽ റൊണാൾഡോയുടെ പ്രശ്നം. ഇതായിരുന്നു സൂപ്പർ താരമായ പെരഡസിൻ്റെ വാക്കുകൾ. തലയിൽ മുടിയില്ലാത്ത പെപ്പയെയാണ് നമ്മൾ ഫുട്ബോൾ ലോകത്ത് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലൻ ഡ്യോറോ ഫിഫ ബെസ്റ്റോ ഇല്ലാത്ത റൊണാൾഡോയെ കുറേ കാലമായി നമ്മൾ കാണുന്നു. ഇതാണ് പെരഡസ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും മെസ്സി റൊണാൾഡോ ഡിബേറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഇനിയും കാണാം.